Hi all, good afternoon. It's me Harish from Let's Update Language Academy. അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ലൈവ് സെഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് സെഷൻ ഈസ് മെയിൻലി മെൻ ഫോർ സ്റ്റുഡൻസ് ഹു പ്രിപ്പയർ ഫോർ OIT. ആൻഡ് ദിസ് സെഷൻ ഇൻറ്റൻഡ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ഇൻ ദ റൈറ്റിംഗ് മൊഡ്യൂൾ, especially dealing with the grammatical part, and that is what our focus. So, and this is a series of live sessions begins from today. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഒരു മണിക്ക് ഞാൻ നിങ്ങൾക്ക് ലൈക്ക് വി ഹാവ് ബീൻ പോസ്റ്റിംഗ് സം ഗ്രാമർ ക്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഓവർ അവർ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാ പേജ്. എല്ലാ ദിവസവും ഓരോ ഗ്രാമർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീക്കെൻഡിൽ എൻ്റയർ വീക്കിൽ തന്നിരിക്കുന്ന പോസ്റ്റുകളുടെ ഒരു ഡിസ്കഷൻ ആൻഡ് ആൻസർ ഡിസ്കഷനും കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് സംതിങ് വിച്ച് വി ആർ ട്രൈങ് ടു കം അപ്പ് വിത്ത് ഓൺ എവറി വീക്ക് ഫ്രം ടുഡേ. Yes, and also I have a happy news for all the nurses out there. ഇപ്പം നമ്മളെല്ലാവരും പുറത്തേക്ക് UK ആണ് എല്ലാവരും കോമൺ ആയിട്ട് നോക്കുന്നൊരു കൺട്രി അല്ലേ. സോ ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോൾ മിക്കവർക്കും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്കോറായിരുന്നു. എല്ലാം B വേണം എന്നുള്ളൊരു പ്രശ്നം, അങ്ങനെ പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഹിൻഡർ ചെയ്യുന്ന അവരെ ന്യൂസിലൻഡിലേക്ക് പോകാൻ. പക്ഷേ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ് ഇന്ന് രാവിലെ 9 മണിക്ക് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. ദറ്റ് ഈസ് നമ്മുടെ UK പോകുന്ന അതേ സ്കോർ തന്നെ മതി ഇനി ന്യൂസിലൻഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഏർലിയർ ഇറ്റ് വാസ് IELTS. ഇഫ് യു ആർ സ്റ്റഡിങ് IELTS you should have required 7 for all the modules including writing, and if it was for OIT you require a score of B grade. ഇപ്പോൾ അത് C+ അല്ലെങ്കിൽ 6.5 എന്ന ബാൻഡ് സ്കോറിലേക്ക് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ഫോർ നഴ്സസ് ഹു വിഷ് ടു കണ്ടിന്യൂ യുവർ ഫ്യൂച്ചർ ലൈഫ് ഇൻ ന്യൂസിലൻഡ്. ആൻഡ് ദിസ് ഈസ് റിയലി ഹാപ്പി ന്യൂസ്. ഇപ്പം ഇത് നല്ലൊരു എക്സൈറ്റിംഗ് ന്യൂസാണ് അല്ലേ. കാരണം എല്ലാ മൊഡ്യൂളിനും B ഗ്രേഡ് കിട്ടിയില്ല, UK സ്കോർ ആണ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി അത് ന്യൂസിലൻഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ക്ലബിംഗ് ഈസ് ഓൾസോ പോസിബിൾ. 1 ഇയറിനുള്ളിൽ ക്ലബിംഗ് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ അനദർ എക്സൈറ്റിംഗ് ന്യൂസ്. ഇത് OITയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ് ഇത് പുറത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ OITയുടെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. യു ക്യാൻ ചെക്ക് ഇൻ ടു ദ ഒഫീഷ്യൽ സൈറ്റ് ഓഫ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലൻഡ് ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ദിസ് ഇൻഫർമേഷൻ. സോ ദിസ് ഈസ് റിയലി എൻ എക്സൈറ്റിംഗ് ന്യൂസ് അല്ലേ. ആൻഡ് അവർ പറയുന്നു, എനിക്ക് തോന്നുന്നു 1.5 ഇയർ എക്സ്പീരിയൻസ് ആണ് ഈ ജോബിലേക്ക്, ഈ ന്യൂസിലൻഡ് വിസയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് റിയലി എൻ എക്സൈറ്റിംഗ് ന്യൂസ്. യെസ്, സോ വി ഹാവ് സം കമൻറ്റ്സ് ഓവർ ഹിയർ ആൻഡ് വിൽ ഗോ ത്രൂ ദാറ്റ്. ദീപ ജിബിൻ ഹായ്. ദീപ, പ്രിയ ഹായ്. ഡോണ ഹായ്. പ്രീത ഗുഡ് ആഫ്റ്റർനൂൺ. മിനി ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. ജോസ്ലി ഗുഡ് ആഫ്റ്റർനൂൺ. മരിയ ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. And I was talking about the importance of this live session അല്ലേ. സോ ഒന്നും കൂടെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി ലെറ്റ്സ് ജസ്റ്റ് റിവൈൻഡ് വാട്ട് വി ഹാവ് സെഡ് earlier. ഇതൊരു സീരീസ് ഓഫ് ലൈവ് സെഷൻസ് ആണ്. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് സെഷൻ. എല്ലാ വെള്ളിയാഴ്ചയും ഇനി 1 മണിക്ക് ഒരു പീക്ക് ടൈമാണ് അല്ലേ, ലഞ്ച് ടൈമിൻ്റെ സമയമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഒരു ലൈവ് സെഷൻ OIT റൈറ്റിംഗ് ബേസ്ഡ് ലൈവ് സെഷൻ ആയിരിക്കും. So if you have any queries regarding your writing module, you can comment over here and I will be replying for sure. And this session is meant for nurses and especially focusing on the writing module, especially the writing part, like grammar part ആയിരിക്കും നമ്മളിവിടെ commonly like most ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു ഗ്രാമർ ചലഞ്ച് അല്ലെങ്കിൽ എന്താ പറയുക ലെറ്റ്സ് ഗ്രാമർ എന്ന പേരിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ നമ്മൾ ഡെയിലി ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇടുന്നുണ്ട്. യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് ദീസ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഐ ടേക്ക് ഫ്രം ദ ലെറ്റേഴ്സ് വിച്ച് സ്റ്റുഡൻസ് ഓഫൺ മേക്ക് മിസ്റ്റേക്സ്, ലൈക്ക് സെൻറ്റൻസുകൾ. മിക്ക കുട്ടികളും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കുന്ന തെറ്റുകൾ, അത് ഞാൻ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. സോ ദീസ് ആർ സം ഓഫ് ലൈക്ക് ഇതിൽ ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ കോമൺ ആയിട്ട് ഡെയിലി കുട്ടികൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് ആണ് ഇതിൽ വരുത്തിയിരുന്നത് അല്ലേ. സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കഴിഞ്ഞ 7 ഡേയ്സിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ വി ലുക്ക് ഇൻ ടു ദ ആൻസേഴ്സ്
and I'll also try to give an explanation to why it is. So over to the first question, and we have some messages. Good to see that. Yes, Arya, great. Yeah, that's a great news. Very happy to hear that, sir. Yeah, it is really happy news. നമ്മളും കുറച്ച് മുമ്പാണ് അറിഞ്ഞത്. We can log into our Nursing Council of New Zealand ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇനി ന്യൂസിലൻഡ് നിങ്ങൾക്കൊരു സ്വപ്നമല്ല, ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയാലിറ്റി, ഈവൻ ഇഫ് യു കുഡൻറ്റ് മീറ്റ് ബി ഗ്രേഡ്സ് ഫോർ യുവർ റൈറ്റിംഗ് മൊഡ്യൂൾ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ അമൃത, സജിത, സഗയ, അരോൺ, ഗുഡ് ആഫ്റ്റർനൂൺ, അമ്പലി, ഹായ്, ചെൽസ, മെനു, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ, Grishma, hello, Anne, good afternoon, Nisha, hello, Minnie, Mol, Matthew, good afternoon, yes, and well, അപ്പോൾ നമുക്കിനി നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരാഴ്ച നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റൈറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ റൈറ്റിംഗ് ബേസ്ഡ് ഗ്രാമർ ഒരു ചലഞ്ചിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഓവർ ടു ദ ഫസ്റ്റ് വൺ. എന്തായിരുന്നു? Like it might be delayed. Oh, yes. So I think you can see what is given in the screen. This was a first question from Let's Grammar. എന്തായിരുന്നു? Her infrequent episodes of migraine dash managed with triptan. And this is the statement. And എന്താണ് ഇതിൻ്റെ ആൻസർ? എന്താണ്? വാട്ട് ഡു യു തിങ്ക്? ഹെർ ഇൻഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് ഓഫ് മൈഗ്രെയിൻ ഈസ് മാനേജ്ഡ് ആണോ, വാസ് മാനേജ്ഡ് ആണോ, ആർ മാനേജ്ഡ് ആണോ? I think I have a question. Clubbing score is possible for OET on paper. Yeah, clubbing score is definitely possible. I think 1 year is a validity for clubbing. Okay, so എന്താണ് ഇതിൻ്റെ ആൻസർ? I think Nisha keeps on messaging me, or only on OET online clubbing is no clubbing possible ആണ് കേട്ടോ. Okay, so I think you can see the question over the screen. So what do you think is the answer? Her infrequent episodes of migraine dash managed with triptan. So students ഇത് കാണുന്നുള്ളവർ, OET പ്രിപ്പയർ ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ എന്ന്? That would be good. Let's have a healthy discussion കേട്ടോ. Her infrequent episodes of migraine dash managed with triptan. This is a question, and can I get some answers for this? Aaron Binoy says it was. Betsy, it is was. Minimal was. So I think yeah, Deepa Jibin was. Okay. We have a different answer. R managed. Shindu Ruby. Okay. Good afternoon, Vimal. Good afternoon. Yeah. C was. Then there is an is. So all option one. Okay. Okay. So could you include the job responsibilities of particular professionals which help us? Okay. I'll get your comment back. Okay. Saina was. Okay. Is was. Donna Silju is. Okay. Fine. Thank you. So I think when I checked into your comment box, this was the most prominent answer which I could find from most of the students. Still it is prominent. But unfortunately, the answer is not was. Her infrequent episodes of migraine are managed with triptan. That is the answer. I think, yeah, Jisha Philu, yes. I think, I forgot the name. Yes. Okay, I think they're still keeping on messaging. Okay, so anyway, the answer for this question is her infrequent episodes of migraine are managed with triptan. Where an option ഉണ്ടായിരുന്നെങ്കിൽ that was also correct കേട്ടോ. Her infrequent episodes of migraine were managed possible ആണ്, are managed correct ആണ്. And അവിടെ വ്യത്യാസം definitely രണ്ടും correct ആണെന്ന് പറയുമ്പോൾ definitely അവിടെ tense മാറും അല്ലേ. If the answer was like her infrequent episodes of migraine are managed means it is still getting managed. Simple present tense, passive voice. If you have written like her infrequent episodes of migraine were managed is also correct. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് പാസീവിലേക്ക് പോകും.
അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് പണ്ടെങ്ങോ മാനേജ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇഫ് ദ ആൻസർ വാസ് ആർ മാനേജ്ഡ്, ദാറ്റ് മീൻസ് ഇപ്പോൾ മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആൻഡ് ഐ കുഡ് ഗസ് വൈ സ്റ്റുഡൻസ് ഹാവ് കം അപ്പ് വിത്ത് ദ ആൻസർ വാസ് ദെയർ, ബിക്കോസ് നിങ്ങളവിടെ നോക്കിയിരിക്കുന്നത് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു വേർഡാണ് അല്ലേ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൈഗ്രെയിനല്ല സ്ട്രെസ് പോകുന്നത്, എപ്പിസോഡ്സിനാണ്. ഹെർ ഇൻഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് ഓഫ് സംതിങ് വെയർ മാനേജ്ഡ് ഓർ ആർ മാനേജ്ഡ് എന്ന ആൻസറിലേക്കാണ് വരേണ്ടത്. അവിടെ നിങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരും 90% or 95% of students have commented it as was because of a misconception that you have given importance to migraine and migraine was managed. അങ്ങനെ അത് കറക്റ്റാണ്. ഇപ്പം ഇൻഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് ഇല്ലായിരുന്നുവെങ്കിൽ യു കുഡ് ഹാവ് സെഡ് ലൈക്ക് മൈഗ്രെയിൻ വാസ് മാനേജ്ഡ് വിത്ത് ട്രിപ്റ്റാൻ എന്ന് നമുക്ക് കൃത്യമായിട്ടും പറയാം. പക്ഷേ ഇവിടെ സ്ട്രെസ് കൊടുക്കേണ്ടത് മൈഗ്രെയിൻ അല്ല, എപ്പിസോഡ്സിനാണ്. സോ എപ്പിസോഡ്സ് വെയർ മാനേജ്ഡ് ഓർ ആർ മാനേജ്ഡ്. സോ ഐ തിങ്ക് I have given enough explanation to that question. So let's switch to the next one. Yes. Yes. And some people are over there in YouTube too. Rahul, yeah, some YouTube viewers are also there. Rahul Raj, hi. Are managed. Rahul, yes. Sajida was managed Allah. I think I have explained it. Okay. Namida Thankachan, yes. Okay. Clear I വിശ്വസിക്കുന്നു. Okay. So we have another question over here. Another interesting one, right? So this is a question. I think you can see it over the screen. A series of investigations dash performed, and the options are like is, are and where. And what do you think of this question? Is managed ano, are managed ano, where managed ano? So we have some answers coming up over here. Aaron Binoy says are, Saina where, Lindsay are, where are, yeah, Dinija, Amrita, yes. എന്താണ് ആൻസർ? എല്ലാവരും യൂട്യൂബിലും എല്ലാവരും വേറെ ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ വേർ, ജോമോൾ വേർ. ഓക്കെ, സോ ദിസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയപ്പോഴും ഐ തിങ്ക് എല്ലാവരുടെയും ആൻസേഴ്സ് നമുക്ക് ഒരു റോങ് കോൺസെപ്റ്റിലേക്കാണ് പോയത് അല്ലേ. ആൻഡ് ഇത്രയും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഈസും വാസിനൊക്കെ ഇത്രയും സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ബട്ട് വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ഈസ് ദിസ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ദിസ് ഈസ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് വിച്ച് ബേസിക്കലി ടെസ്റ്റ്സ് യുവർ ഇംഗ്ലീഷ് സ്കിൽ, യുവർ ലാംഗ്വേജ് സ്കിൽ, യുവർ ഗ്രാമാറ്റിക്കൽ ആക്യുറസി. കാരണം OET-യിൽ നമ്മളിപ്പോൾ ഞാൻ ക്ലാസ് പറയുന്ന കാര്യമാണ് അല്ലേ, 180-200 വേർഡ്സേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈവൻ ലൈൻസ് വരെ കൗണ്ട് ചെയ്യാം. 20-25 ലൈൻസിലാണ് നമ്മൾ ആകെ എഴുതുന്നത് അല്ലേ. സോ ഈ 25-22 ലൈൻസിൽ നിങ്ങളൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ പോലും ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു നല്ല ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഏരിയ ഫോർ വാല്യുവേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ആൻഡ് ഇഫ് യു ആർ ഓപ്റ്റിംഗ് ഫോർ IELTS ദ സെനാരിയോ ഇസ് ഡിഫറെൻറ്റ്, വെർ യു ഹാവ് എ പ്രൊവിഷൻ ടു റൈറ്റ് മോർ ദാൻ 400 or around 500 വേർഡ്സ് നമ്മൾ എഴുതുന്നുണ്ട് അല്ലേ. പക്ഷേ OET-യിൽ 180-200 വേർഡ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് യുവർ പേപ്പർ ഇസ് നോട്ട് ഗോയിങ് ടു ബി വാല്യുവേറ്റഡ് ബൈ എ നേഴ്സ് ഓർ എ ഡോക്ടർ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാല്യുവേറ്റഡ് ബൈ എ ലാംഗ്വേജ് പ്രൊഫഷണൽ who might be keen on these concepts. So here lies the importance of accuracy of grammar, and this is also a part of your criteria. Okay, so we have lots of comments and the answer is where എന്നാണ് എല്ലാവരും പറയുന്നത്, and unfortunately that is also wrong. The answer is a series of investigations is managed or was managed would also be correct. അത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. പാർട്ട് 1-ലെ പോലെ തന്നെയാണ് ഇവിടെ a series of investigations is managed or like is managed performed ആണ് അല്ലേ. a series of investigations is performed അല്ലെങ്കിൽ was performed would also be correct. അവിടെ ടെൻസ് മാറുന്നു മാത്രമേ ഉള്ളൂ, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. a series of investigations is performed എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്തിട്ടുണ്ട്. a series of investigations was performed means പെർഫോം ചെയ്തിരുന്നു. ആൻഡ് ഐ തിങ്ക് എല്ലാവരും ഓപ്ഷൻ മാറ്റി തുടങ്ങി തോന്നുന്നു അല്ലേ. യെസ്.
ആൻഡ് വൈ ഇറ്റ് ഈസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയത്? ഇറ്റ് ഹാസ് ഗോട്ട് സം സിമിലാരിറ്റി വിത്ത് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിച്ച് ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത് തന്നത്. ഇൻ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇറ്റ് വാസ് എന്തായിരുന്നു? ഹെർ ഇൻഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് ഓഫ് മൈഗ്രെയിൻ എന്നായിരുന്നു. അപ്പോൾ നിങ്ങളവിടെ സ്ട്രെസ് കൊടുത്തത് മൈഗ്രെയിൻ ആയിരുന്നു അല്ലേ? സോ അവിടെ എന്ത് ആൻസർ വന്നു? ഹെർ ഇൻഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് ഓഫ് മൈഗ്രെയിൻ വാസ് നിങ്ങൾ പറഞ്ഞു, പക്ഷേ അവിടെ എപ്പിസോഡ്സിനായിരുന്നു സ്ട്രെസ് കൊടുക്കേണ്ടത്. സോ എപ്പിസോഡ്സ് വെയർ മാനേജ്ഡ്. അവിടെ ഹെർ ഇൻഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് എന്നില്ലായിരുന്നുവെങ്കിൽ, മൈഗ്രെയിൻ മാത്രമായിരുന്നെങ്കിൽ മൈഗ്രെയിൻ വാസ് മാനേജ്ഡ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഹെർ ഇൻഫ്രീക്വൻറ്റ് എപ്പിസോഡ്സ് ഓഫ് എന്ന് വന്നപ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് എന്തിനു പോയി? എപ്പിസോഡ്സിന് പോയി. പക്ഷേ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ തെറ്റിപ്പോകാനുള്ള കാരണം എ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്, അവിടെ ഇൻവെസ്റ്റിഗേഷൻസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എ സീരീസ്, ഒരു സീരീസ് എന്നുള്ളതാണ് അല്ലേ? ഇഫ് ഇറ്റ് വാസ് ലൈക്ക് മൾട്ടിപ്പിൾ സീരീസ് ഓർ 2 സീരീസ് എന്നൊക്കെ വരുമായിരുന്നുവെങ്കിൽ ദ ആൻസർ വുഡ് ഹാവ് ബീൻ ആർ ഓർ വെയർ. ബട്ട് ഇൻസ്റ്റെഡ് ഇവിടെ എന്താണ് ഇമ്പോർട്ടൻസ് വരുന്നത്? എ സീരീസ്, ഒരു സീരീസ് ഓഫ് സംതിങ്. അവിടെ ഒരു എന്നുള്ള ആ ഇമ്പോർട്ടൻസ്, ആ എ സീരീസ് എന്നുള്ളതിനാണ് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആൻസർ എന്ത് വരും? എ സിംഗുലർ ആയതുകൊണ്ട് തന്നെ, ഒരു എന്നുള്ളത് സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? എ സീരീസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് വാട്ട് എവർ ഇറ്റ് ബി. അവിടെ ഇൻവെസ്റ്റിഗേഷൻസ് വന്നാലും എന്ത് വന്നാലും, എക്സാമിനേഷൻസ് ആയാലും എന്ത് വന്നാലും അവിടെ എ സീരീസ് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എ സീരീസ് ഓഫ് സംതിങ് ഈസ് ഓർ വാസ് പെർഫോംഡ് എന്നുള്ള ആൻസറിലേക്ക് അത് പോകുന്നതായിരിക്കും. ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ clear. And these 2 questions were totally confusing for all the students, and I think I have cleared it in a proper sense. And let us look into the comments over YouTube. Yeah, where Haida, I think who's that? Okay, Namida Thangashan, where okay ish, okay fine, yes. So I think that is also clear to all students അല്ലേ? അപ്പോൾ എ സീരീസ് ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഒരു സീരീസ് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I think Annie Renu has asked me a question. Are managed is performed. I didn't get the comment, Renu. Annie Renu, please make it clear. I didn't get the question. Okay, so here we have much more simple task. So he dash provided intensive care for the last 2 weeks. Okay, so here is the question, the third one. ഒന്ന് കമൻറ്റ് ചെയ്യാമോ എല്ലാവരും? He dash provided intensive care for the last 2 weeks എന്നായിരുന്നു question. Is it he was provided, he has provided, he has been provided, he is provided? So here we have one more option, 4 options അല്ലേ? Was, has been, is. So what do you think? Please make your comment. Tindu Tony says it was. Okay. ബാക്കി എല്ലാവർക്കും എന്ത് തോന്നുന്നു? Was ആണോ? ഹസീന അഷ്റഫ്, യെസ് വാസ് എന്നാണ് പറയുന്നത്. ഓക്കെ. മഞ്ജു സുജിത്ത്, ഹാസ് ബീൻ. ഓക്കെ. വാസ് പ്രൊവൈഡഡ്, ഹാസ് ബീൻ പ്രൊവൈഡഡ്, വാസ് പ്രൊവൈഡഡ്. സോ സം കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ, വാസ് ഓർ ഹാസ് ബീൻ. ആർക്കും ഇവിടെ ഹാസും ഈസ്, ഓപ്ഷൻ ബി ആൻഡ് സി ഇല്ല. മോസ്റ്റ് ഓഫ് ദം ആർ ഗോയിങ് വിത്ത് ഹാസ് ബീൻ ആൻഡ് വാസ്. ഓക്കെ, വാസ്, ഹാസ് ബീൻ. ഓക്കെ. Okay, has been. Rachel, Deepa goes with C, option C, has. Then we have another option, has. Okay. YouTube, yes. Has been. Okay. Fawaz has been, yes. Lindsay has been. Okay. So, കുറച്ച് പേര് വാസ് ഓപ്ഷനായിട്ട് പോയി, ആൻഡ് സം വെൻ ഫോർ ഹാസ് ബീൻ. ലൈക്ക് മോസ്റ്റ് ഓഫ് ദം ആർ ബിഹൈൻഡ് ഹാസ് ബീൻ. 1-2 പേര് ഹാസിലേക്ക് പോയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഹാസ് ബീൻ ആയിരുന്നു മോസ്റ്റ് പ്രിവലന്റ്. ഐ തിങ്ക് മൈ സ്റ്റുഡൻസ് കുഡ് ഈസിലി ഫൈൻഡ് ഔട്ട് ദിസ്. സോ വി ഹിയർ വി ഹാവ് എ വാസ്, ഹാസ്, ഈസ് ആരുമില്ല. ഓക്കെ, ഫൈൻ. സോ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമാണ്. To give a proper answer to this question, you should have a proper knowledge of tense.
So after this session, you can just look into the use of tenses. അതായത് ടെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ തൊട്ട് പഠിക്കുന്നതാണ് ടെൻസസ് അല്ലേ. ടെൻസ് മീൻസ് ടൈം. ഓക്കെ, സോ എന്താണ് നമ്മളൊരു ഓരോ വെർബും ഇവിടെ എന്താണ് വെർബ്? പ്രൊവൈഡ് എന്നുള്ളതാണ് വെർബ് അല്ലേ. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു, എന്തോ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതിൻ്റെ സമയം, എത്ര സമയം എടുത്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തതെന്നാണ് നോക്കേണ്ടത്. അങ്ങനെ ഏത് സമയം, എത്ര സമയത്തിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡഡ് ഇൻറ്റൻസീവ് കെയർ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇൻറ്റൻസീവ് കെയർ വാട്ട് എവർ ഇറ്റ് ബി, ഡസൻറ്റ് മാറ്റർ, ഫോർ ദ ലാസ്റ്റ് 2 weeks എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഇന്ന് ഡേറ്റ് 19, ഐ തിങ്ക് ഇറ്റ് ഈസ് 19th അല്ലേ. യെസ്, 19th 14 ലൈക്ക് ഈ മാസം 5ാം തീയതി മുതൽ ഇന്ന് വരെ പേഷ്യൻറ്റിന് ലൈക്ക് ഇഫ് ദിസ് ഇസ് ലാസ്റ്റ് 2 weeks, ഇന്നാണ് പ്രസൻറ്റ് ഡേ എങ്കിൽ നമുക്ക് 2 days ഡേറ്റ് 2 weeks കുറച്ച് കഴിഞ്ഞാൽ August 5th മുതൽ August 19 വരെയുള്ള ഈ ഒരു 14 daysലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇൻറ്റൻസീവ് കെയർ പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ഹിയർ ദ ആക്ഷൻ ഹാസ് ടേക്കൻ പ്ലേസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ, ഫ്രം 5th of August to 19th. If the intensive care was provided on the day of admission, like assume that the patient was admitted on 5th of August and today is 19th of August, and for the past 2 weeks he has been provided, like he was given like this intensive care. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആക്സിഡൻ്റലി ഞാൻ ആൻസർ പറഞ്ഞു അല്ലേ. ഓക്കെ, സോ ഈ ലാസ്റ്റ് 2 വീക്കിലാണ് ഈ ഇൻറ്റൻസീവ് കെയർ കൊടുത്തത് എന്ന് പറയുന്നതെങ്കിൽ എന്ത് വരും? അവിടെ 2 ആഴ്ച കാലഘട്ടമാണ് ഇൻറ്റൻസീവ് കെയർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതല്ല, അഡ്മിഷൻ്റെ അന്നാണ് ഇൻറ്റൻസീവ് കെയർ കൊടുത്തിരിക്കുന്നതെങ്കിലോ അത് മറ്റൊരു ടെൻസിലേക്ക് പോകും. വി കോൾ ഇറ്റ് ആ സിമ്പിൾ പാസ്റ്റ്. If this intensive care was provided on the day of admission or on 5th of August 2019 ആയിരുന്നു, അല്ലെങ്കിൽ on 5th of August 2022 ആയിരുന്നു ഈ കെയർ കൊടുത്തതെങ്കിൽ the answer would have been he was provided intensive care on 5th of August or on the day of admission or on admission he was provided എന്ന് നമുക്ക് പറയാം. ബിക്കോസ് അതൊരു പോയിന്റ് ഓഫ് ടൈമിലാണ് പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ലുക്കിംഗ് ഇൻ ടു ദിസ് ക്വസ്റ്റ്യൻ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ 2 ആഴ്ച ദ കെയർ വാസ് ഗിവൺ ഓവർ ദ ലാസ്റ്റ് 2 weeks, ഫോർ ദ ലാസ്റ്റ് 2 weeks അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ അവിടെ? ഹി ഹാസ് ബീൻ, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഞാൻ ടെൻസിനെ പറ്റി കൂടുതൽ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. You have to just understand the difference between simple past and present perfect tense. Simple past means an action that has got completed in the past at a point of time. If we could have altered this question like on admission അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ അഡ്മിഷൻ്റെ അന്ന് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരുന്നു ഈ പറയുന്ന ഇൻറ്റൻസീവ് കെയർ കൊടുത്തതെങ്കിൽ വി കുഡ് ഹാവ് ആൻസർഡ് ലൈക്ക് ഹി വാസ് പ്രൊവൈഡഡ്, കറക്റ്റ് ആൻസർ ആയേനെ. പക്ഷേ വാട്ട് ഹാപ്പൻ ഹിയർ ഇസ് ദിസ് കെയർ ഇസ് പ്രൊവൈഡഡ് ഫോർ ദ ലാസ്റ്റ് 2 weeks. അഡ്മിഷൻ്റെ അന്ന് ഒരു പർട്ടിക്കുലർ ഡേറ്റിലല്ല കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ഇൻറ്റൻസീവ് കെയർ കൊടുക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 2 ആഴ്ച എന്ന് പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിലാണ്. അവിടെ 2 ആഴ്ച മുമ്പ് പാസ്റ്റിൽ കൊടുക്കാൻ തുടങ്ങി പ്രസൻറ്റ് ഡേ ആയ ഇന്ന് വരെയാണ് ഈ ഇൻറ്റൻസീവ് കെയർ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ബിലോങ്സ് ടു ദ ടെൻസ് കോൾഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ആൻഡ് ഇവിടെ പേഷ്യൻ്റ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നതുകൊണ്ട് അത് പാസീവ് വോയിസിൽ എഴുതുകയും ചെയ്യണം. സോ ഇറ്റ് ഈസ് ഹി ഹാസ് ബീൻ provided intensive care. So there is a question from Nisha. If it is only series of investigation, means where series of investigation അവിടെ ഒരു that is incomplete one. Series of investigation എന്ന് പറയില്ല. എത്ര സീരീസ് എന്നുള്ളൊരു ആർട്ടിക്കിൾ വേണം. എ സീരീസ് ആണോ, മൾട്ടിപ്പിൾ സീരീസ് ആണോ, 2 സീരീസ് ആണോ എന്നുള്ളത് പറഞ്ഞാലാണ് സെൻറ്റൻസ് അവിടെ പ്രോപ്പർ ആവത്തുള്ളൂ കേട്ടോ നിഷ. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ അല്ലേ. എന്തുകൊണ്ടാണ് അവിടെ വാസ് വരാത്തത്, എന്തുകൊണ്ട് ഹാസ് ബീൻ വന്നു? ഹി വാസ് പ്രൊവൈഡഡും വരാം, ഹി ഹാസ് ബീൻ പ്രൊവൈഡഡും വരാം. പക്ഷേ ആ പ്രൊവൈഡ് ചെയ്യപ്പെട്ട കാലഘട്ടമാണ് നോക്കേണ്ടത്. ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി യു കുഡ് ഹാവ് റിട്ടൺ ലൈക്ക് ഹി വാസ് പ്രൊവൈഡഡ്. ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരുന്നുവെങ്കിൽ ലൈക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിലോ ഒരു പർട്ടിക്കുലർ ഡേയിലോ ഒക്കെ പ്രൊവൈഡ് ചെയ്യപ്പെട്ട ഇൻറ്റൻസീവ് കെയർ ആയിരുന്നുവെങ്കിൽ ഹി വാസ് പ്രൊവൈഡഡ് വുഡ് ഹാവ് ബീൻ ദ കറക്റ്റ് ആൻസർ. പക്ഷേ ഇവിടെ ഒരു പീരീഡ് ഓഫ് ടൈം ഉള്ളതുകൊണ്ട് ദ ആൻസർ ഇസ് ഡെഫിനറ്റ്ലി ഹാസ് ബീൻ. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ ടു ഓൾ ദ സ്റ്റുഡൻസ്. ഓക്കെ, so now let's switch back to the next question. Let's see what is next. Okay,
സോ എല്ലാവരും കുറേ പേര് മിക്സഡ് റിവ്യൂ ആയിരുന്നു അല്ലേ. കുറേ പേര് ഹാസ് ബീൻ ഓൾമോസ്റ്റ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. എനിവേ ഇവൻ ഒരു 80% സ്റ്റുഡൻസിനും കറക്റ്റ് ആൻസർ കിട്ടിയിരുന്നു അതിൽ, വെൻ കമ്പയറിംഗ് വിത്ത് ദ ഫസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, മിസ്റ്റർ റാംസ് hemodynamics dash stable. Yes, and this is also a kind of a confusing statement. Okay, let's see the answers. Let's see how you respond to this. എന്താണ് എൻ്റെ ആൻസർ? മിസ്റ്റർ റാംസ് ഹീമോഡൈനാമിക്സ് നോട്ടഡ് സ്റ്റേബിൾ ആണോ, ആർ നോട്ടഡ് സ്റ്റേബിൾ ആണോ, വാസ് നോട്ടഡ് സ്റ്റേബിൾ ആണോ? ഓക്കെ, so what do you think of this? So we have Aaron Binoy again coming with the answer first. Good morning, Liji. In India, it is not good morning, it is good afternoon. I think you might be outside India, right? Yeah. So R noted. Okay. Okay. And Chris says it is R noted. Manju Sujit R noted. Okay. Was noted. There is was noted. Okay. Shani. Okay. Fine. R noted. So we have most of them are going with R noted. മറ്റുള്ളവരുടെ ആൻസേഴ്സ് നോക്കി നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ക്രോസ് ചെക്ക് ഇറ്റ്, think twice or thrice and post your comment. Yeah, R noted. Yeah, here is was noted. Sherin, I think Sherin has commented the same in YouTube also, right? Yeah. No, it is by Shani. Yeah. Sindhuja Suresh was noted. Okay. Why can't it be noted? How many of you go with the first option? Mr. Ram's hemodynamics noted stable. Okay, was noted. R noted ആണ്. ആർക്കും ഓപ്ഷൻ എ ഇല്ല അല്ലേ? ഓക്കെ, R noted. Very good. Hansi Nibin R noted. Amrita was noted. Surya was noted. Okay, very good. Was noted. Okay. Shamli was noted. Okay. Okay, good. So what do you think? ഇവിടെ എന്തുകൊണ്ട് ആരും നോട്ടഡ് എന്ന് പറഞ്ഞില്ല? But when I have checked this statement from our students' letter, I have seen some students going up like the sentence like Mr. Ram's hemodynamics noted stable. In the peripheral level, that doesn't seems to be a mistake. Right? If you go with A, Mr. Ram's hemodynamics noted stable. Yeah, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു തെറ്റ് തോന്നുന്നില്ല അല്ലേ? പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ടെൻസിൻ്റെ ഡിഫറൻസിൽ വരുന്ന മിസ്റ്റേക്കിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? ബട്ട് ഹിയർ ദ ഇമ്പോർട്ടൻസ് ലൈസ് ഇൻ ദ വോയിസ്. ഇത് മിക്കപ്പോഴും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ വാസ് നോട്ടഡേയും കാണാറില്ല, നോട്ടഡ് എന്ന് മാത്രമേ ഞാൻ കാണാറുള്ളൂ. യെസ്, മെനി ഓഫ് യു ആർ റൈറ്റിംഗ് ലൈക്ക് വാസ് നോട്ടഡ് ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ആർ നോട്ടഡ് അല്ല, ഇറ്റ് ഈസ് വാസ് നോട്ടഡ്. ബട്ട് ഐ ഷുഡ് സേ വൈ ഇറ്റ് ഈസ്, എന്തുകൊണ്ടാണ് നോട്ടഡ് എന്നുള്ള ആൻസർ മിക്കപ്പോഴും ഞാൻ കാണുന്നൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് ഐ തോട്ട് ഓഫ് ഡിസ്കസിങ് ദാറ്റ് ഹിയർ. കാരണം റാംസ് ഹീമോഡൈനാമിക്സ് ഓർ റാംസ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നോട്ട് ചെയ്യുന്നത് റാം അല്ല അല്ലേ? ഇറ്റ് ഈസ് നോട്ടഡ് ബൈ സം വൺ എൽസ്. ക്യാൻ ബി എ ഡോക്ടർ, ക്യാൻ ബി എ നേഴ്സ് അല്ലേ, ഓർ ഹു ആർ റെസ്പോൺസിബിൾ ടു നോട്ട് ഇറ്റ് അല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് ദ റാം ഹു ഈസ് നോട്ടിങ് the same thing. It is getting observed or noted by someone else. So definitely എന്ത് വരും? മിസ്റ്റർ റാംസ് ഹീമോഡൈനാമിക്സ് നോട്ടഡ് എന്ന് പറഞ്ഞാൽ റാംസ് ഹീമോഡ് നോട്ട് ചെയ്തു എന്നാണ്. റാംസ് ഹീമോഡൈനാമിക്സ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല അല്ലേ? ഫോർ എക്സാമ്പിൾ ഹരീഷ് നോട്ടഡ് എ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹരീഷ് നോട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിലേക്ക് വരിക അല്ലേ? ഹരീഷ് ഇസ് ഇൻ ഫാക്ട് മൈ നെയിം. ഓക്കെ, സോ ഹരീഷ് വാസ് നോട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഹരീഷ് നോട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഹരീഷ് ഈസ് നോട്ടഡ്, ഹരീഷ് നോട്ട് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? സോ ഇവിടെ റാംസ് ഹീമോഡൈനാമിക്സ് നോട്ടഡ് എന്ന് പറഞ്ഞാൽ റാംസ് ഹീമോഡൈനാമിക്സ് എന്തിനെയോ നോട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിലേക്ക് പോകും. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ റാംസ് ഹീമോഡൈനാമിക്സ് ഒന്നും നോട്ട് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് നോട്ടഡ് ബൈ സമ്മൺ എൽസ് അല്ലേ? So the action here is not performed by Ram but by someone else.
സോ പേഷ്യൻ്റ് ഒരു പ്രവൃത്തി ചെയ്യപ്പെടുമ്പോൾ നമ്മളത് പാസീവ് വോയിസിലാണ് ലെറ്ററിൽ എഴുതേണ്ടത് അല്ലേ, ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ പേഷ്യൻറ്റ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ് വാസ് നോട്ടഡ് വരുന്നത്? അത് പാസീവ് വോയിസിൽ എഴുതുന്നതുകൊണ്ടാണ്. ഇഫ് ഇറ്റ് ഈസ് റാം ഹു ഈസ് നോട്ടീസിങ് സംതിങ്, നമുക്ക് എഴുതാം റാം നോട്ടീസ്ഡ് എന്ന് പറയാം അല്ലേ. ഹരീഷ് നോട്ടീസ്ഡ് അല്ലേ, റാം നോട്ടീസ്ഡ്. അവിടെ ഹരീഷ് അല്ലെങ്കിൽ റാം ആണ് നോട്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? റാം ഈസ് ഗെറ്റിംഗ് നോട്ടീസ്ഡ് ബൈ സമൺ എൽസ്, ഓർ റാംസ് ഹീമോഡൈനാമിക്സ് ഈസ് നോട്ടീസ്ഡ് ബൈ സമൺ എൽസ്. അവിടെ ഈസ് നോട്ടീസ്ഡും വരാം, വാസ് നോട്ടീസ്ഡും വരാം. ഓക്കെ, ആൻഡ് എന്തുകൊണ്ട് ആർ നോട്ടീസ്ഡ് വരില്ല? ആൻഡ് ദ റീസൺ വൈ ഐ ഹാവ് ഗിവൻ ആർ നോട്ടഡ് ഇസ് ബിക്കോസ് ഹീമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ എസ് എൻഡ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റുഡൻസ് മൈ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ഇറ്റ് ഈസ് പ്ലൂറൽ ആൻഡ് ദേ മേ റൈറ്റ് ആർ നോട്ടഡ്. ഹീമോഡൈനാമിക്സ് ആസ് സിംഗുലർ. പ്ലൂറൽ ഉപയോഗിക്കും, പക്ഷെ നമ്മൾ യൂഷ്വലി സിംഗുലർ എന്ന യൂസേജിലേക്കാണ് അതിനെ ഹീമോഡൈനാമിക്സിനെ കാണുന്നത്. അതുകൊണ്ട് മിസ്റ്റർ റാംസ് ഹീമോഡൈനാമിക്സ് ഈസ് ഓർ വാസ് നോട്ടഡ്, രണ്ടും ഓപ്ഷനും കറക്റ്റാണ് കേട്ടോ. ഈസ് നോട്ടഡ് കൊടുത്തിട്ടില്ല, നോട്ട് ടു കൺഫ്യൂസ് യു. അപ്പോൾ ഈസ് നോട്ടഡ് എന്നും പറയാം, വാസ് നോട്ടഡും പറയാം. ഇഫ് ഇറ്റ് ഈസ് പ്രസൻ്റ്ലി ഇന്നാണ് നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ഇഫ് ദിസ് ഹീമോഡൈനാമിക്സ് ഇസ് നോട്ടഡ് ടുഡേ, യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് മിസ്റ്റർ റാംസ് ഹീമോഡൈനാമിക്സ് ഈസ് stable or is noted stable. And if it was noted like in the past, പണ്ടെങ്ങാനോ ആയിരുന്നെങ്കിൽ നമുക്ക് മിസ്റ്റർ റാംസ് ഹീമോഡൈനാമിക്സ് വാസ് നോട്ടഡ് എന്ന് പറയാം. ആൻഡ് ഇതൊരു പീരീഡ് ഓഫ് ടൈമിലാണ് നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ജസ്റ്റ് ലൈക്ക് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ 2 ആഴ്ച ഹീമോഡൈനാമിക്സ് സ്റ്റേബിളായിട്ട് നോട്ട് ചെയ്തു എന്നൊക്കെ വരികയാണെങ്കിൽ എന്ത് വരും? മിസ്റ്റർ റാംസ് ഹീമോഡൈനാമിക്സ് ഹാസ് ബീൻ നോട്ടഡ് എന്ന് വരും. സോ ഈസ് നോട്ടഡ് കറക്റ്റാണ്, വാസ് നോട്ടഡ് വരാം, ഹാസ് ബീൻ നോട്ടഡും പോസിബിൾ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈം ഫ്രെയിം ഓഫ് ദ ആക്ഷൻ ഓൾസോ. ഓക്കെ, സോ ഇവിടെ പാസീവ് വോയിസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ലെറ്റ്സ് സ്വിച്ച് ബാക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. ആൻഡ് ഐ തിങ്ക് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്തിയത് അല്ലേ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യനിൽ മിക്സഡ് റിവ്യൂ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെയും ആർ നോട്ടഡും വാസ് നോട്ടഡും ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് മെയ്ഡ് ദ റീസൺ ഫോർ ഇറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഇറ്റ് ഇസ്? Yeah, he was advised to quit smoking. Yes, he was advised to quit smoking, and this is a kind of a simple question. And I think when I have checked into the Facebook comments, I could see 90% of students have made this answer correct. And what is the answer? Which one is the right option, A or B? He was advised to quit smoking, ADVISED or ADVICED. So what do you think? Yes, option A, Shaima John, Fawaz A, Betsy goes with A, Tindu A, okay. Aaron Binoy, Raji Joseph, എല്ലാവരും A ആണ് പറയുന്നത്. Okay. Anyone has a different opinion? Yes, Surya has different opinion. She says it is B. Okay. Was advised. Okay. Yes. SCD is okay. A. Fine. Manju says it is A. Okay, so advised. In YouTube also we have got some comments. Yes, Freja Sandeep A was advised. ADVSCD A was advised. Okay, A. Okay, അപ്പം I think എല്ലാവർക്കും SCD ആണ് എല്ലാവരും എഴുതിയിരിക്കുന്നത് അല്ലേ. I think you could have found out difference അല്ല, എന്തുകൊണ്ടാണ് അവിടെ വ്യത്യാസം വരുന്നത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. But still, believe it or not, this is a common or most common mistake which I even find out from exam batch students. This is the dark reality. ഇതെല്ലാവർക്കും ആൻസർ കിട്ടിയതാണ്, ബട്ട് സ്റ്റിൽ പീപ്പിൾ കീപ്പ് ഓൺ. ഇന്ന് ഞാൻ കറക്ഷൻ കൊടുത്തപ്പോഴും, രാവിലെ ലെവൽ 2 സ്റ്റുഡൻസിന് കറക്ഷൻ കൊടുത്തപ്പോൾ അതിലും ഞാൻ ഈ ഒരു സെയിം മിസ്റ്റേക്ക് കണ്ടിരുന്നു. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദ ഫസ്റ്റ് ഓപ്ഷൻ. താങ്ക് യു ഓൾ. ADVISED ഈസ് ദ കറക്റ്റ് ആൻസർ. അതാണ് കറക്റ്റ് കേട്ടോ, ഡെഫിനറ്റ്ലി. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ I would like to give a lecture, a small lecture on different forms of a word. ഒരു വേർഡിന് നൗൺ ഫോം ഉണ്ട്, ചിലപ്പോൾ അതിന് വേർബ് ഫോം ഉണ്ടാവാം, അഡ്ജക്റ്റീവ് ഫോം ഉണ്ടാവാം. ആൻഡ് ദിസ് ഈസ് ക്വൈറ്റ് കോംപ്ലിക്കേറ്റിംഗ്. ഇങ്ങനെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നമുക്കല്ലേ. ഓട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഓട്ടക്കാരൻ. ആൻഡ് ഇതിൽ ഡിഫറെൻ്റ് ആണ് ഓടുക എന്ന് പറയുന്നത് അല്ലേ. ഓട്ടം എന്ന് പറയുന്നത് ഒരു നൗണാണ്, ഓടുക എന്ന് പറയുന്നത് ഒരു വേർബാണ്, ഓട്ടക്കാരൻ എന്ന് പറഞ്ഞൊരു അഡ്ജക്റ്റീവാണ്. ഓക്കെ, സോ ഇങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും വേർബുകൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ലെറ്ററിലേക്ക് വരുവാണെങ്കിൽ ഉപദേശം എന്ന അർത്ഥത്തിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ
ഇറ്റ് ഈസ് എ നൗൺ അല്ലേ. അതിൻ്റെ വേർബ് ഫോം എന്താണ്? ഉപദേശിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ വെർബ് ഫോം എന്ന് പറയുന്നത്. സോ ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൻറ്റൻസ് എഴുതി കഴിയുമ്പോൾ ജസ്റ്റ് ക്രോസ് ചെക്ക് ഇറ്റ് വിത്ത് യുവർ മദർ ടങ് വെദർ ദ മീനിങ് ഓഫ് ദ വേർഡ് ആപ്റ്റ് ഹിയർ ഇസ് ഉപദേശം ഓർ ഉപദേശിക്കപ്പെടുക. ഉപദേശം എന്നുള്ള അർത്ഥമാണ് വരുന്നതെങ്കിൽ ദ സ്പെല്ലിംഗ് വുഡ് ബി ADVICE and it is a noun, and since it is an uncountable noun, ഒരു അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് ചില സ്റ്റുഡൻസ് ആൻ അഡ്വൈസ് വാസ് ഗിവൺ എന്നൊക്കെ എഴുതാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ റോങ്. അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പിൽ നമുക്കൊരിക്കലും ആനോ എയോ ചേർക്കാൻ പറ്റില്ല. ജസ്റ്റ് ലൈക്ക് വാട്ടർ, വാട്ടർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ഉപദേശം എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റി ഇല്ല, നമുക്ക് എണ്ണാൻ പറ്റില്ല. അതുകൊണ്ട് അത് അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലേ. സോ ആൻ അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ADVICES, ഈ CE കൂട്ടിയാണ് സ്പെല്ലിംഗ് വരുന്നതെങ്കിൽ അതിന് CED എന്നോ CES എന്നോ ഒന്നും പറയാൻ പറ്റില്ല. ദ വേർഡ് ഈസ് ജസ്റ്റ് ADVISCE. ഓക്കെ, ആൻഡ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഉപദേശം എന്നുള്ളതാണ്. ആൻഡ് ഗോയിങ് ടു ദ സെൻറ്റൻസ് ഗിവൺ ഓവർ ഹിയർ, ഹി വാസ് അഡ്വൈസ്ഡ്. അവിടെ എന്താണ് സ്പെല്ലിംഗ് വരുന്നത്? ADVISED ആണ് വരുന്നത്. അവിടെ ഉപദേശിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിലേക്ക് വരുന്നത് കൊണ്ട് എന്ത് വരുന്നു? ഉപദേശിക്കപ്പെടുക, ഉപദേശിക്കുന്നു, ഉപദേശിക്കുന്നു എന്നൊക്കെ അർത്ഥം വരികയാണെങ്കിൽ ഇറ്റ് ഈസ് SC. ആൻഡ് പ്രസൻ്റ്ലി നമ്മൾ യൂഷ്വലി എഴുതുന്നത് ADVISED തന്നെയാണ്. യൂഷ്വലി പേഷ്യൻ്റ് ഉപദേശിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം വരുമ്പോൾ SEDയും ഉപദേശം എന്ന അർത്ഥം വരുമ്പോൾ CEയുമാണ് വരുന്നത്. ആൻഡ് ഉപദേശത്തിന് തലയും വാലും ഒന്നുമില്ല. ADVICE എന്ന് മാത്രമേ ഉള്ളൂ. ADVICES എന്നോ ADVICED എന്നോ ഇല്ല. എസ്സിന് മാത്രമേ ഉള്ളൂ ADVISED എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് മീനിങ് ഇസ് എന്താണ്? ADVISED ആണെങ്കിൽ ഉപദേശിക്കപ്പെട്ടു എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, യെസ്. സോ ഐ തിങ്ക് അതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. ബട്ട് ഇത് തരാൻ കാരണം കുട്ടികൾ ഇനി ഓഫൺ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ആൻഡ് ദിസ് ഈസ് എ കോമൺ റിലവൻറ്റ് മിസ്റ്റേക്ക് ആൻഡ് എവറി വൺ മേക്സ്. സോ ബി വെയർ ഓഫ് ഇറ്റ്. ഇതെല്ലാ എക്സാമിനേഴ്സിനും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, കാരണം ഇതൊരു കോമൺ മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ കേട്ടോ. സോ ബി വെയർ ഓഫ് ദാറ്റ്. ആൻഡ് ഓവർ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സോ ഐ തിങ്ക് എല്ലാവരും 5th ക്വസ്റ്റ്യനിലേക്ക് എത്തിയപ്പോഴേക്കും ദ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് ആർ ഗെറ്റിംഗ് increased. അല്ലേ? വെരി ഗുഡ്. ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഹാപ്പി ടു സീ ദാറ്റ്. ഫൈൻ. യെസ്. സോ ഷാനി ഹാസ് ഗിവൻ an explanation. Advice verb, ADVICE noun. ഓക്കെ, താങ്ക് യു. നമിത തങ്കച്ചൻ അഡ്വൈസ്ഡ്. ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് ആൻസർ കിട്ടിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, യെസ്. സോ ദ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് which one is correct? Mr. Ram was hospitalized for the last 2 weeks. Mr. Ram has been hospitalized for the last 2 weeks. And those who have clearly observed the explanation for the question which I have discussed in a while could actually find out the answer for this at ease. ഇവിടെയും 2 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. മിസ്റ്റർ റാം വാസ് ഹോസ്പിറ്റലൈസ്ഡ് ആണോ, മിസ്റ്റർ റാം ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് ആണോ? So let's look into your answers. Similar type of question was given a bit while ago അല്ലേ? എന്തായിരുന്നു? What was the question like? He was provided intensive care ആയിരുന്നു അല്ലേ? He was provided intensive care for the last 2 weeks ആയിരുന്നു. He has been provided intensive care for the last weeks ആയിരുന്നു. അവിടെ നമ്മൾ ആൻസർ പറഞ്ഞിരുന്നു. അവിടെ എന്താണ്? പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ? ഇവിടെ ഹോസ്പിറ്റലൈസ് പെടുന്നു, അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു. ഡെഫിനറ്റ്ലി അവിടെ പാസീവ് വോയിസ് ആണ് എഴുതേണ്ടത്. ബട്ട് സ്റ്റിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന കാലഘട്ടം നോക്കണം അല്ലേ? അതും ലാസ്റ്റ് 2 വീക്സ് ആയിരുന്നു. ഇവിടെയും ലാസ്റ്റ് 2 വീക്സിലാണ് പ്രൊവൈഡ് ചെയ്യപ്പെട്ടത് അല്ലേ? ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരുന്നു പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ആൻസർ? യു കുഡ് ഹാവ്. യെസ്, എല്ലാവരും B ആണ് ആൻസർ പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി ടു സീ ദാറ്റ്. യെസ്, എല്ലാവർക്കും ക്വിക്ക് റിപ്ലൈസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഐ തിങ്ക് ദാറ്റ് എക്സ്പ്ലനേഷൻ ഹാസ് ഗിവൺ യു എ മച്ച് മോർ ക്ലാരിറ്റി ടു ദിസ് ക്വസ്റ്റ്യൻ അല്ലേ? ഇപ്പോൾ രണ്ടിലും നിങ്ങൾ നോക്കേണ്ടത് എന്താണെങ്കിലും പേഷ്യൻ്റ് പ്രൊവൈഡ് ചെയ്യുമോ പേഷ്യൻ്റ് പ്രൊവൈഡ് ചെയ്യപ്പെടുമോ എന്നുള്ളതല്ല, ആ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന കാലഘട്ടം എത്രയാണ് നോക്കേണ്ടത് അല്ലേ? സോ ഇവിടെ ഡെഫിനറ്റ്ലി കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ 2 ആഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹാസ് ബീൻ. ക്ലിയർ ആണല്ലോ? സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദർ ഈസ് നീഡ് ഓഫ് മച്ച് കൈൻഡ് ഓഫ് എൻ എക്സ്പ്ലനേഷൻ ടു ദിസ്. സോ ഹി ഹാസ് ബീൻ. ഇതൊരു പോയിന്റ് ഓഫ് ടൈമിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളായിരുന്നെങ്കിൽ ഇറ്റ് ഹാസ് ഹി വാസ് പ്രൊവൈഡഡ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഒരു പീരീഡ് ഓഫ് ടൈം, ലാസ്റ്റ് 2 വീക്സ് എന്ന പീരീഡ് ഓഫ് ടൈമിലാണ് പ്രൊവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് വരും? ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ്. സോ താങ്ക് യു ഓൾ ഫോർ യുവർ വാല്യുബിൾ റിപ്ലൈസ്. കറക്റ്റാണ്, എല്ലാവരുടെയും ഉത്തരം കറക്റ്റാണ്. B തന്നെയാണ് അല്ലേ? എല്ലാവരും യെസ് കറക്റ്റായിട്ടാണ് റിപ്ലൈ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സോ അതിനൊരു കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ദിസ് ഹാസ് ഗോട്ട് എ കൈൻഡ് ഓഫ് similarity to the previous question. Yes. Hand over to the last one. Let's see.
what it is. And I think this is uploaded today. എല്ലാവർക്കും ഒരു ആക്സസ്, എല്ലാവർക്കും ആൻസർ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. And this was uploaded in the morning. So let's have a fresh discussion on that. Okay. So എന്തായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ? And the last one for today. Yes. Which one is correct? His alcohol consumption increased over the last 2 months. His alcohol consumption has been increased over the last 2 months. ഇവിടെ എ സിമിലർ കൈൻഡ് ഓഫ് ആണല്ലേ നമ്മൾ തന്നിരിക്കുന്നത്. ഇതൊരു ലൈക്ക് ഈ ഒരു 2-3 ക്വസ്റ്റ്യൻസിന് സിമിലാരിറ്റീസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനും ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻറ്റൻസീവ് കെയർ ഫോർ ദ ലാസ്റ്റ് 2 വീക്സും ഹി ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് ഫോർ ദ ലാസ്റ്റ് 2 വീക്സും തമ്മിൽ രണ്ടും പാസീവ് വോയിസിലായിരുന്നു. ആൻഡ് ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കൃത്യമായിട്ട് കഴിഞ്ഞ 2 മാസമാണ് ആൽക്കഹോൾ കൺസംഷൻ ഇൻക്രീസ് ആയിരിക്കുന്നത് അല്ലേ. സോ അവിടെയും ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ആക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി യെസ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ആക്റ്റീവ് വോയിസിലാണ് എഴുതേണ്ടത്. ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഹി ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ്, അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുവാണല്ലേ. അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻറ്റൻസീവ് കെയർ കൊടുക്കപ്പെടുവാണല്ലേ. അവിടെയൊക്കെ പേഷ്യൻ്റ് റിസീവർ ഓഫ് ദ ആക്ഷൻ ആണ്. ദെയർഫോർ പാസീവ് വോയിസിലാണ് എഴുതിയത്, ദോ ഇറ്റ് ഈസ് റിട്ടൺ ഇൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ബട്ട് ഹിയർ എന്താണ്, ഇവിടെയും ആക്ഷൻ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കാരണം ഒരു പീരീഡ് ഓഫ് ടൈം, ലാസ്റ്റ് 2 months എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് ഈ ഒരു ആൽക്കഹോൾ കൺസംഷൻ ഇൻക്രീസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് അല്ലേ. സോ പ്രസന്റ് പെർഫെക്റ്റ് തന്നെയാണ്, പക്ഷേ പേഷ്യൻറ്റിൻ്റെ ആൽക്കഹോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുവാണ്, ഇൻക്രീസ് ചെയ്യപ്പെടുവല്ല. സോ ഇറ്റ് ഹാസ് ടു ബി റിട്ടൺ ഇൻ ആക്റ്റീവ് വോയിസ്. അതുകൊണ്ട് തന്നെ ഹാസ് ബീൻ വരില്ല, അവിടെ ഹാസേ വരത്തുള്ളൂ. സോ ദ ആൻസർ ഈസ് എഗെയിൻ ഡെഫിനറ്റ്ലി എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത് ബി ആണ്, കറക്റ്റ് ആണ് അല്ലേ. എന്താണ്, ഹിസ് ആൽക്കഹോൾ കൺസംഷൻ ഹാസ് ഇൻക്രീസ്ഡ് എന്നുള്ളതാണ്. സോ ഞാനിവിടെ ചെറിയൊരു ടിപ്പും കൂടെ നിങ്ങൾക്ക് തരാം. ഐ ക്യാൻ ഗിവ് യു, ഞാനത് നമ്മുടെ സ്റ്റുഡൻസായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഓഫൺ വെൻ വി ഡീൽ വിത്ത് ഗ്രാമർ ക്ലാസ്സസ്. ആൻഡ് ഐ ക്യാൻ ഗിവ് യു എ ലിസ്റ്റ് ഓഫ് വേർഡ്സ്. ഐ ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. ഇൻക്രീസ്ഡ്, ഡിക്രീസ്ഡ്, പ്രോഗ്രസ്ഡ്, വേഴ്സൺഡ്, റിക്കവേർഡ്, ഡെവലപ്ഡ്, ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലേ. ഇൻക്രീസ്, ഡിക്രീസ്, വേഴ്സൺ, ഡെവലപ്പ്, പ്രോഗ്രസ്, റിക്കവേർഡ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ എല്ലാം ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ് അല്ലേ. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്തു, വെയിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുമ്പിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചേർക്കാം, ഹാസ് ചേർക്കാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ടിപ്പ് ഫോർ സ്റ്റുഡൻസ് ഹു പ്രിഫെയർ ഫോർ OET റൈറ്റിംഗ്. ആൻഡ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വയ്ക്കോ. ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് വൺ മോർ തിങ്. യെസ്, there was another instinct why I have given like he was admitted, he has been admitted. നമ്മൾ യൂഷ്വലി he was admitted എന്നാണ് എപ്പോഴും എഴുതാറല്ലേ. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് he has been admitted എന്നായിരുന്നു ആൻസർ വന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കാരണം നിങ്ങൾ കൃത്യമായിട്ട് എത്ര കാലമായിട്ടാണ് അഡ്മിറ്റ് ആയതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അല്ലേ. യൂഷ്വലി നമ്മൾ ലെറ്റർ എഴുതുന്ന 90% ലെറ്റേഴ്സിൽ നമ്മൾ എഴുതുന്നു he was admitted on. ഹി വാസ് അഡ്മിറ്റഡ് ഓൺ എന്ന് പറയുമ്പോൾ അത് വാസ് ആണ്, കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു പർട്ടിക്കുലർ ഡേയിലല്ല അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഒരു പീരീഡ് ഓഫ് ടൈമിൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലം അല്ലേ. നോട്ട് ദെൻ 6th one, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഫൈൻ. സോ ഹി വാസ് അഡ്മിറ്റഡ് അല്ല, ഹി വാസ് അഡ്മിറ്റഡ് ഓൺ. ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരുന്നുവെങ്കിൽ യു വുഡ് ഹാവ് സെഡ് ലൈക്ക് ഹി വാസ് അഡ്മിറ്റഡ് ഓൺ 21st of August 2022 എന്നൊക്കെ പറയാം അല്ലേ. ഹി വാസ് അഡ്മിറ്റഡ് ലാസ്റ്റ് വെനസ്ഡേ എന്ന് പറയാം, കറക്റ്റാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഹി വാസ് അഡ്മിറ്റഡ് ആണോ? അല്ല, ഇവിടെ ഒരു പീരീഡ് ഓഫ് ടൈം 2 ആഴ്ചക്കാലം അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരും, അവിടെ ഹി വാസ് അഡ്മിറ്റഡ് മാറിയിട്ട് അവിടെ ടെൻസ് മാറുന്നു. സിമ്പിൾ പാസ്റ്റിൽ നിന്ന് അത് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. ഹി ഹാസ് ബീൻ അഡ്മിറ്റഡ് എന്നാകുന്നു. സോ ഐ തിങ്ക് ദാറ്റ് കൺഫ്യൂഷൻ, യെസ്, ഹി വാസ് ഹോസ്പിറ്റലൈസ്ഡ് ഓൺ എന്ന് നമുക്ക് പറയാം, ഒരു പർട്ടിക്കുലർ ഡേയോ ഡേറ്റോ ആണെങ്കിൽ. പക്ഷേ ഇവിടെ ഹാസ് ബീൻ വന്നപ്പം എന്തായി, ഒരു പീരീഡ് ഓഫ് ടൈം വരുന്നതുകൊണ്ടാണ് ഹാസ് ബീനിലേക്ക് മാറിയത് കേട്ടോ. സോ I think we have discussed all the questions and your confusions might have cleared. Any എന്തെങ്കിലും confusions or doubt ഉണ്ടെങ്കിൽ you can comment it and I will be replying for sure. And എല്ലാവരും നല്ല വിശന്നിരിക്കുമായിരിക്കും. And you might at least എല്ലാവരും ചിലപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടായിരിക്കുന്നത് കാണുന്നതല്ലേ. And I am also feeling a bit hungry. അപ്പോൾ നമുക്കിനി എല്ലാ വെള്ളിയാഴ്ചയും ഈ ഒരു പ്രാക്ടീസ് നമുക്ക് മുൻപോട്ട് പോകാം. ആൻഡ് എല്ലാ ദിവസവും നിങ്ങൾക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാ പേജിലും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ക്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. You can be an active participant
അത് നിങ്ങൾക്ക് തിങ്ക് ട്വൈസ് ഓർ ത്രൈസ്. അത് നിങ്ങളുടെ റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് കുറയ്ക്കാൻ അത് സഹായിക്കും അല്ലേ. സോ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് 7 ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. സോ ഇഫ് യു ഹാവ് എനി ഫർദർ ക്വയറീസ് യു ക്യാൻ കമൻറ്റ് ഇറ്റ് ഹിയർ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. So see you in with the next live in next Friday at 1 p.m. and it's me Harish signing off. Thank you. Good afternoon.